ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തേണ്. എന്താടാ കടം മേടിച്ച കൊടുക്കൂല. ഞാനിപ്പം കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും കൊണ്ടുവന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. രേഖയില്ല. രേഖയില്ലാത്തപ്പോ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇന്ന് രാവിലെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് എനിക്ക് ടോട്ടലി എല്ലാം കൂടെ 42,53,500 രൂപ ഇങ്ങോട്ട് തന്നു, പല പല അക്കൗണ്ടിൽ നിന്നും. തിരിച്ച് ഞാൻ 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തു. തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇപ്പൊ ഞാൻ അഖില എന്റെ ഒരു 10,000 രൂപ കൈ കാശായിട്ട് മേടിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവന്റെ ഒരു അഡ്വൈസ് എന്ത് ചെയ്തു, കിട്ടി. എന്ന് വെച്ചാൽ 69,000 രൂപ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഇന്നലെയാണ് ഇതെല്ലാം ചെക്ക് ചെയ്തത്, മനസ്സിലായില്ല, എല്ലാം ചെക്ക് ചെയ്ത്. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരിക്കലും നമുക്ക് ഫോർജറി ഫേക്ക് കാണിക്കാൻ പറ്റത്തില്ല. അഡ്വൈസ് കിട്ടിയപ്പോൾ ഇവൻ കണക്കുകളെല്ലാം എടുത്ത് നോക്കി ഇവന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ ആരെങ്കിലും ഇരുന്ന് പരിശോധിച്ചിട്ടുണ്ടാവും. പരിശോധിച്ചപ്പോൾ ഇവൻ തന്നെ ഇന്ന് കൂട്ടി നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവൻ പറയണത് 42 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നു, 42 ലക്ഷത്തി ചില്ലറ പ്ലസ് 43 സംതിങ് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പൊ എന്റെ 69,000 രൂപ തരുമെന്ന് ചോദിക്കണം. കാശ് ബാക്കി നിൽക്കിയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പോ തരും? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഞാൻ ധൈര്യത്തോടെ ഞാൻ ഇവിടെ വന്ന് പ്രസ് മീറ്റ് ഫേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് എന്തുകൊണ്ട് അവർ വന്നില്ല? ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവർ പ്രസ് മീറ്റ് വരുന്നു എന്ന് പറഞ്ഞു. ഇന്നിപ്പോ അവർ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങൾ തന്നെ ആലോചിക്കുക. എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറയാ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വില ഒന്നുമില്ലേ? എന്താ ഇത്? പിന്നെ അവർ പോയിട്ട് കണ്ട ചാനൽസിൽ മൊത്തം പോയി പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് എങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. പിന്നെ ആ വീഡിയോസ് ഞാൻ ഇപ്പോഴും നേരത്തെ പ്രസ് മീറ്റ് പറഞ്ഞാണ്, ആ വീഡിയോസ് എന്റെ കരിയർ, എന്റെ ഫാമിലി ലൈഫ് ഇതെല്ലാം സ്പോയിൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങൾ ചെയ്യുമെന്ന് മുന്നേ. എന്ന് വെച്ചാൽ ഈ സംഭവം എന്റെ അടുത്ത് മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു, നിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അത് വേണം. ഇവരുടെ ആവശ്യം എന്ന് വെച്ചാൽ കാശ് തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഒരു നാണക്കേടുണ്ടോ? ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കാൻ? PDF ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ഇത് എന്റെ പേജിൽ ഞാനിത് ഒരു കമന്റിൽ ഞാനിത് പിൻ ചെയ്യാനും പോവാ ഡ്രൈവില്, മനസ്സിലായില്ല? ആർക്ക് വേണമെങ്കിലും എടുത്ത് ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ ഇത് ഒരാളിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവം? നിങ്ങൾക്ക് തോന്നില്ല? ഞാൻ ചോദിക്കാം. അയാളെ കൊണ്ട് സത്യം പറയിക്കാൻ ശ്രമിച്ചതിന്റെ വേദന എപ്പോഴും വിട്ടു മാറിയിട്ടില്ല. ഈ 4 ലക്ഷം രൂപ ക്യാഷ് നന്നായിട്ട് കാണിക്കാൻ പറയാം. ഞാൻ ജസ്റ്റ് ചോദിക്കാം, 1 മിനിറ്റ്. ഏത് ലക്ഷ്മിയുടെ അടുത്ത് വേണ്ട? 1 മിനിറ്റ്, ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഞാൻ ഇപ്പോഴേ അല്ല, 3 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയും എനിക്ക് വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് അയച്ചത്. താങ്ക് യു. RTGS ക്രെഡിറ്റ് ആവുമ്പോ പറയുന്നത് നെക്സ്റ്റ് RTGS. ഈ സാധനമാണ് അവർ ചെയ്തിരിക്കുന്ന. വിശ്വാസത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് നീയാണ് കട്ടപ്പ. എത്ര നോട്ടുണ്ടോ അത് എനിക്ക് തന്നതായിട്ടുള്ള എവിഡൻസ് കാണിച്ചാ. എന്നിട്ട് 4 ലക്ഷം രൂപ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നു, മനസ്സിലായില്ലേ? എന്റെ കയ്യിൽ നിന്ന് കുറെ, എന്റെ വൈഫിന്റെ കയ്യിൽ നിന്ന് കുറെ ബ്ലാങ്ക് ഇത് എന്താണ് ചെക്കും പിന്നെ ഈ പറഞ്ഞവർക്ക് എന്താണ് നമ്മുടെ സ്റ്റാമ്പ് പേപ്പറും കാര്യങ്ങളെല്ലാം ഈ അബിൽദേവ് എന്ത് ചെയ്തിട്ടുണ്ട്, മേടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കത് മാത്രം കേട്ടാ മതി, ഇനി കൂടുതലൊന്നും പറയണ്ട. പണ്ടാണ് ഇവിടെ അത് എനിക്ക് അറിയത്തില്ല. പർപ്പസ്ലി എന്നെ തകർക്കാൻ പറ്റും. ഇനി ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് അറിയുന്നില്ല. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കൊന്നും ഇപ്പോ പഴയ മാതിരി. ഇപ്പൊ നിനക്ക് സന്തോഷായല്ലോ? സന്തോഷായി. നിങ്ങളെ ആരാ വിശ്വസിക്കുക? നീ കുറെ നേരമായി മനുഷ്യനെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. എടാ, ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാ. വാസറേ പോവാം. ഇനി നിന്ന വേലായുധം കരയുന്നത് എല്ലാവരും കാണും. അത് മോശം.